ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് വെറൈറ്റി കമ്മൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ പണ്ട് സിൽക്ക് ത്രെഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ മോൾഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചൊരു കമ്മൽ ഉണ്ടാക്കി നോക്കാം എങ്ങനെയുണ്ട്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാകുമ്പോൾ ഓണത്തിന് പറ്റും, ക്രിസ്മസിന് പറ്റുന്ന ഒരു തീം ഐഡിയയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മോൾഡ് എടുക്കാം. ഈ മോൾഡിൻ്റെ മോൾ വശമൊക്കെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു എംബ്രോയ്ഡറിയുടെ ത്രെഡാണ് എടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് പറ്റും. ഇതിൻ്റെ മുകളിൽ കൂടെയും താഴെ കൂടെയും ചുറ്റി നമുക്കിന്ന് മുഴുവൻ ചുറ്റി എടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്കൊരു ഫെവിക്കോൾ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടിയതിന് ശേഷം ഇതാകുമ്പോൾ പെട്ടെന്ന് കാര്യം കഴിയും കേട്ടോ. അപ്പം ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമുക്ക് കുറേ പൂക്കളാണ് ഉണ്ടാക്കേണ്ടത്. പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചുവപ്പെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം, റെഡ് തന്നെ എടുക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഒരു മാജിക് റിങ് ഉണ്ടാക്കാം. ആ 2 വിരലിൽ കൂടെ വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഒരു വിരലിൽ കൂടെ ഇങ്ങനെ ഇട്ടിട്ട് താഴെ കൂടെ എടുത്ത് മുകളിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാജിക് റിങ് റെഡിയാണ്. ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് 2 ചെയിനാണ്. അപ്പം നൂലൊന്ന് ചുറ്റി കൊടുത്തിട്ട് 2 ചെയിൻ എടുക്കാം. അതിന് ശേഷം നമുക്ക് 2 DC ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഇത്തിരി വലുതായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഡബിൾ ക്രോഷ് ചെയ്യുന്നത്. തീരെ ചെറുതായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡബിൾ ക്രോഷ് ചെയ്യേണ്ടത്. അപ്പം ഡബിൾ ക്രോഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 സ്റ്റിച്ച് കൂടെ ആദ്യം വലിച്ചെടുത്തിട്ട് പിന്നെയും നമ്മൾ ചുറ്റി എടുത്തിട്ട് പിന്നീട് വരുന്ന 2 സ്റ്റിച്ച് കൂടെ നമ്മൾ വലിച്ചെടുക്കുന്നതാണ് ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഡബിൾ ക്രോഷയും കൂടെ ചെയ്യാം. ഇങ്ങനെ ചുറ്റി എടുത്തതിന് ശേഷം ആദ്യമുള്ള 2 സ്റ്റിച്ച് കൂടെ നമ്മളതിങ്ങനെ എടുത്തു. അതിന് ശേഷം വീണ്ടും ചുറ്റിയിട്ട് 2 സ്റ്റിച്ച് കൂടെ വലിച്ചെടുക്കുന്നു. അതാണ് ഡബിൾ ക്രോഷേ. പിന്നീട് 2 ചെയിൻ കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ പെറ്റൽ റെഡിയാണ്. ഇനി നമുക്കിതുപോലെ തന്നെ 5 പെറ്റൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പെറ്റലും കൂടെ നമുക്കിപ്പോൾ ഉണ്ടാക്കി നോക്കാം. ആദ്യം ചെയ്യേണ്ടത് 2 ചെയിനാണ്. 2 ചെയിൻ ഇട്ടതിന് ശേഷം 2 ഡബിൾ ക്രോഷേ ചെയ്യുക. ഇപ്പം ഒന്നാമത്തെ DC ആയി. അതിന് ശേഷം ഒരു DCയും കൂടെ ചെയ്യുക. അതിന് ശേഷം വീണ്ടും 2 ചെയിൻ ഇടുക. അപ്പോൾ ആദ്യത്തെ ചെയിനിട്ട് മുകളിലോട്ട് വന്നു, 2 DC ചെയ്തു. അതിന് ശേഷം 2 ചെയിനിട്ട് താഴേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണത്, പെറ്റലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 DC ചെയ്യുക. താഴെ അത് ഇതുപോലെ തന്നെ നമുക്ക് ജോയിൻ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ ഒരു ഇൻഡിവിജ്വൽ പെറ്റലായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് മുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകും, നമ്മൾ താഴേക്ക് കൊണ്ടുവന്ന് ജോയിൻ ചെയ്തില്ലെങ്കിൽ. വീണ്ടും നമ്മളിതുപോലെ തന്നെ അടുത്ത പെറ്റലുണ്ടാക്കുകയാണ്. അങ്ങനെ ടോട്ടലായിട്ട് ഉണ്ടാക്കുന്നത് 5 എണ്ണമാണ്. 5 പെറ്റലാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ ടോട്ടൽ 8 പൂക്കളാണ് വേണ്ടത്. അതിനകത്ത് ഒരെണ്ണം ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. 5ാമത്തെ പെറ്റലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ യാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ യാൺ പുറകിലേക്ക് എടുത്തിട്ട് അതൊന്ന് കെട്ടിയിട്ട് സെക്യൂർ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ചുരുട്ടിയെടുക്കണം. എന്നാലേ ഉള്ളൂ നമുക്ക് വെക്കാൻ, ഇത്രയും വലിയ പൂക്കൾ നമുക്ക് വെക്കാൻ പറ്റുമല്ല. അപ്പം മുന്നോട്ടൊന്ന് കൂമ്പിയിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെവിക്കോൾ എടുത്തിട്ട് ഇതിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളത്തിനകത്തൊക്കെ കലക്കിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണക്കി എടുക്കുന്നതൊക്കെയാണ് നല്ലത്. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെയൊന്ന് ഫെവിക്കോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെ മുമ്പോട്ടൊന്ന് കൂമ്പി ഇരിക്കുന്നത് പോലെ ഒന്നാക്കി വെക്കാം. ഉണങ്ങി വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു ഷേപ്പിൽ, ഈ ഫെവിക്കോളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വെള്ള കളർ കാണത്തില്ല. അപ്പം ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പിൽ അത് ഇരിക്കുകയും ചെയ്യും. അത് തന്നെയല്ല, നൂല് പൊങ്ങി പോകാതിരിക്കാനായിട്ടൊക്കെ അത് സഹായിക്കും. അപ്പോൾ നമുക്കിനി ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ നമുക്ക് 8 എണ്ണം വേണം. 8 പൂക്കളാണ് നമുക്ക് ഇതുപോലെ വേണ്ടത്. ഈ 8 പൂക്കളും ഇതുപോലെ തന്നെ ഫെവിക്കോളിനകത്ത് നമ്മൾ ഇങ്ങനെ ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. എൻ്റെ പുറകുവശത്തെ ചെറിയ നൂലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് B7000-ലാണ് ഞാനിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ പൂക്കൾ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഓരോന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. 8 പൂക്കൾ ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇച്ചിരി ഗ്യാപ്പ് വിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനിടയ്ക്ക് നമുക്ക് ബീഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഞാനൊരു വൈറ്റ് ബീഡ്, ഹാഫായിട്ടുള്ള ബീഡ് ഇതിൻ്റെ എല്ലാ ഇടയിലും പൂക്കൾക്കകത്തും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും B7000 വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ യെല്ലോ കളർ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്കിന്ന് ഫുള്ള് ഒട്ടിച്ചിട്ട് വരാം. അപ്പം നമ്മുടെ വെറൈറ്റി ഇയറിങ്സ് റെഡി ആയിരിക്കുകയാണ്. കുറച്ച് ഗമ്മും കൂടെയൊക്കെ ഉണങ്ങാനുണ്ട്. ഫെവിക്കോൾ തന്നെയാണ് നമ്മൾ പുരട്ടി കൊടുത്തത്. അപ്പം അത് ഉണങ്ങാൻ സമയമെടുക്കും. അപ്പോൾ ഞാൻ ഒരു ഐപിൻ എടുത്തിട്ട് ഇതുപോലെ ഒരു വലിയ ബീഡ് കോർത്തിട്ട് ഇതിൻ്റെ അകത്തൂടെ കൊടുക്കുകയാണ്. ഇതിന് ശേഷം മുകളിൽ ഒരു പൂവ് തന്നെ വെക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാപ്പ് വെക്കാതെ, ഗോൾഡൻ ക്യാപ്പ് വെക്കാതെ ഒരു പൂക്കൾ, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു ബീഡ് കൊടുക്കുകയാണ്. അപ്പോൾ കുറേ ബീഡ്സോ അല്ലെങ്കിൽ മറ്റേ റെയിൻ ഡ്രോപ്പിൻ്റെ ബീഡോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതിനകത്ത് വെറൈറ്റി കൊണ്ടുവരാം. അപ്പോൾ അതിന് ശേഷം ഇത് നമുക്ക് ഇങ്ങനെ, എൻ്റെ കട്ടർ ഞാൻ ഉപയോഗിക്കുന്നില്ല, അപ്പം പ്ലെയർ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ മോളി വരുന്ന ഭാഗം ഇതുപോലെ വളച്ച് കറക്റ്റ് ആ ഒരു ബീഡിനകത്തോട്ട് തന്നെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ കമ്മൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്ന് പിടിച്ചിട്ട് മുകളിലോട്ടൊന്ന് പിടിച്ച് നോക്കണം ഇത് കറക്റ്റ് മുകളിലേക്ക് തന്നെയാണോ ഇരിക്കുന്നതെന്ന്. അതിന് ശേഷം നമുക്ക് ഇതിന് ഹാങ്ങിങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇയറിങ്സ് റെഡിയാണ്. മറ്റേ ഇയറിങ്സ് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോയ്ക്കകത്ത് കാണാം. അതുവരേക്കും ബൈ.